കടക്കൽ ദേവീക്ഷേത്രത്തിലെ രാഷ്ട്രീയ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരണം ആവശ്യപ്പെട്ടു. ക്ഷേത്രങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും രാഷ്ട്രീയ, ജാതി, മതസംഘടനകളുടെ ചിഹ്നങ്ങളോ കൊടികളോ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് സംഭവം. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ജനം ഇംപാക്ട് വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഒരു പാർട്ടി പരിപാടിയായി, ഒരു പാർട്ടി സമ്മേളനമായി കടക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തെ മാറ്റിമറിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത്. നേരത്തെയും ഈ ക്ഷേത്രം വലിയ വിവാദമായിരുന്നു. നവകേരള സദസ്സിന് വേണ്ടി ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് പൊളിക്കാനൊക്കെ ഒരു നീക്കം നടന്നത്, അന്ന് വിശ്വാസി സമൂഹം വളരെ അമർഷത്തോടെ ഈ വിഷയത്തെ സമീപിക്കുകയും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്ത ഒരു ഇടമാണ് ഈ കടക്കൽ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈക്കോടതി പരാമർശങ്ങൾ മറികടന്നുകൊണ്ടാണ് അവിടെ അലോഷി ഉൾപ്പെടെയുള്ള വിപ്ലവ ഗായകരുടെ ഗാനമേള സംഘടിപ്പിച്ചത്. CPM-ന്റെ സമ്മേളനങ്ങളിൽ കാണുന്നത് പോലെയാണ് അവിടെ കൊടിതോരണങ്ങളും അതുപോലെ വിപ്ലവ ഗാനങ്ങളുമൊക്കെ മുഴങ്ങിയത്. ഇതിൽ വലിയ ഇടപെടൽ നടത്തുന്നു എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. എന്താണ് അവർ ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത്? നീലിമ, ഇക്കഴിഞ്ഞ 10-ാം തീയതിയാണ് കൊല്ലം കടക്കൽ ക്ഷേത്രത്തിൽ CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ അല്ലെങ്കിൽ CPM-ന്റെ സമ്മേളനങ്ങളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ക്ഷേത്രാങ്കണത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. വ്യാപാര വ്യവസായ ഏകോപന സമിതി സംഘടിപ്പിച്ച പരിപാടിയിലാണ് DYFA പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ, വിപ്ലവ ഗാനങ്ങൾ, ഇടത് വിപ്ലവ ഗാനങ്ങൾ അലോഷ്യസ് ഉൾപ്പെടെയുള്ള ഗായകർ പാടിയത്. അതിനുശേഷം അതിന് പിന്നാലെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് പ്ലേ ചെയ്തത് ബാക്ക്ഗ്രൗണ്ടിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇത്തരത്തിൽ ഇടത് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള കൊടിതോരണങ്ങളും അതുപോലെയുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ജനം TV ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഒരു ഇടപെടലുണ്ടാക്കിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആദ്യം ഇതിൽ വിജിലൻസ് അന്വേഷണമാണ് ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് തന്നെ അംഗീകരിക്കുകയാണ്. അതിന് പിന്നാലെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടും. നമുക്കറിയാം, ഹൈക്കോടതിയുടെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ മത രാഷ്ട്രീയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും അല്ലെങ്കിൽ രാഷ്ട്രീയ രീതിയിലുള്ള പ്രവർത്തനങ്ങളോ രാഷ്ട്രീയ ചിത്രീകരണങ്ങളോ ഒന്നും നടത്താൻ പാടില്ല എന്ന് നിർദ്ദേശം നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ ഈ കൊല്ലം കടക്കൽ ദേവീക്ഷേത്ര തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ സംഗീത പരിപാടിയിൽ ഇടത് വിപ്ലവ ഗാനങ്ങൾ പാടുകയും അതോടൊപ്പം തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഉൾപ്പെടെ ഈ കൊടിതോരണങ്ങൾ ഉയർത്തുകയൊക്കെ ചെയ്തൊരു കാഴ്ച, അതിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇടപെട്ടിട്ടുള്ളത്. സംഭവത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ബോർഡ് സമ്മതിക്കുന്നത്. ഇതിലൊരു അന്വേഷണം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. വിശദീകരണങ്ങൾ തേടുമെന്നും അറിയിച്ചിട്ടുണ്ടാലും ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത് ബോർഡിന് പറ്റിയ വീഴ്ചയായിട്ട് തന്നെയാണ് അവർ അംഗീകരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരണം തേടാനും അതോടൊപ്പം തന്നെ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. നീലിമ, ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.